ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ AICTE സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. AICTE അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകൾക്ക്, AICTEയുടെ അംഗീകാരമുള്ള ഡിഗ്രി കോഴ്സുകൾക്കും ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അതായത് AICTEയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് വ്യത്യസ്ത വിഭാഗത്തിലുള്ള സ്കോളർഷിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മൾ സ്കോളർഷിപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ജസ്റ്റ് പ്രകൃതി സ്കോളർഷിപ്പുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് AICTEയുടെ അംഗീകാരമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ AICTEയുടെ അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾക്കുള്ള വെബ്സൈറ്റ് അഡ്രസ് നമ്മൾ ഇതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. ഇതാണ് വെബ്സൈറ്റ് അഡ്രസ്, അതായത് AICTE/India.org എന്ന ഒരു വെബ്സൈറ്റ് ആണ്. www.AICTE/India.org എന്ന വെബ്സൈറ്റിലൂടെ നമ്മൾ ഇങ്ങനെ ഒരു ലിങ്കിലേക്കാണ് കയറുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ AICTE/India.org എന്ന വെബ്സൈറ്റിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്കീംസ് എന്ന് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്കീംസിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രകൃതി സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻസ്? അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഈ സൈറ്റിൽ കയറി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ രണ്ട് രീതിയിലാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. AICTEയുടെ അംഗീകാരമുള്ള ഡിഗ്രി കോഴ്സിന് പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതുള്ളത്. അതുപോലെ തന്നെ AICTEയുടെ അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണ്. അതായത് ലാറ്ററൽ എൻട്രി വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള AICTEയുടെ അംഗീകാരമുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്കും അല്ലെങ്കിൽ അതായത് AICTEയുടെ അംഗീകാരമുള്ള ഏത് കോളേജിലുള്ള കുട്ടികൾക്കും ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ പെൺകുട്ടികൾക്കുള്ള പ്രകൃതി സ്കോളർഷിപ്പിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. AICTE അംഗീകൃത സ്ഥാപനത്തിൽ 1ാം വർഷ ബിരുദ കോഴ്സിലോ ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷ ബിരുദ കോഴ്സിലോ പ്രവേശനം നേടിയ പെൺകുട്ടികൾക്ക് പ്രതിവർഷം 50,000 രൂപ വരെ സ്കോളർഷിപ്പായി ലഭിക്കാവുന്നതാണ്. അപ്പൊ വിദ്യാർത്ഥികളെ, നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഈ ഒരു സ്കോളർഷിപ്പായി നമുക്ക് ലഭിക്കുന്നത്. ഇന്ത്യയിൽ മൊത്തം 5,000 സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ 196 പേർക്കാണ് നമ്മുടെ കേരളത്തിൽ അലോട്ടഡ് ആവുന്നത്. അപ്പൊ 50,000 രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കാവുന്ന എമൗണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എലിജിബിലിറ്റി ഓഫ് സ്കോളർഷിപ്പ് എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ ഗേൾ കാൻഡിഡേറ്റ് ഷുഡ് ബി അഡ്മിറ്റഡ് ടു ഫസ്റ്റ് ഇയർ ഓർ ഡിഗ്രി ലെവൽ കോഴ്സ് ആയിരിക്കണം. ഇനി വേറെ സെക്കൻഡ് ഇയർ ഓഫ് ഡിഗ്രി ലെവൽ കോഴ്സ് ത്രൂ ലാറ്ററൽ എൻട്രി വഴി കയറിയ കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾക്ക് വരെ ഇത് കിട്ടാവുന്നതാണ്. നമുക്ക് സിസ്റ്റേഴ്സ് ആണെങ്കിൽ തന്നെ ഒരു ഫാമിലി 2 പേർക്കും എലിജിബിൾ ആയിരിക്കും. ഇനി ഫാമിലി ഇൻകം, അതായത് കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയായിരിക്കണം അപേക്ഷിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. അപ്പൊ ഒരു കുടുംബത്തിൽ നിന്നും 2 കുട്ടികൾക്ക് വരെ 4 വർഷത്തേക്ക് സഹായം കിട്ടുന്നതായിരിക്കും. ലാറ്ററൽകാർക്ക് 3 വർഷം വരെയാണ് ഈ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നത്. ഇനി പ്രൊസീജിയർ ഫോർ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ, ദ കാൻഡിഡേറ്റ് ഫുൾഫില്ലിംഗ് ദി എലിജിബിലിറ്റി കണ്ടീഷൻ ഈസ് റിക്വയർഡ് ടു അപ്ലൈ ഓൺലൈൻ ഓൺ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലാണ്. NSP പോർട്ടലാണ് ഇത് അപേക്ഷിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽ മുഖാന്തരം ഇത് AICTEയുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പൊ സ്കോളർഷിപ്പിന്റെ സൈറ്റ് അഡ്രസ് നമ്മൾ ഇവിടെ എഴുതാം. ഇതാണ് സൈറ്റ് അഡ്രസ് HTTPS. ഇതാണ് നമ്മുടെ സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള സൈറ്റ്. നാഷണൽ സ്കോളർഷിപ്പിന്റെ പോർട്ടലിൽ തന്നെയാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. https:/scholarships.gov.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്.
scholarships.gov.in എന്നാണ് നമ്മുടെ ഇതിന്റെ വെബ്സൈറ്റ് ID താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഓൺലൈൻ അപേക്ഷ നമുക്ക് 30-ാം തീയതി വരെ, ഈ നവംബർ 30-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ കുട്ടികൾ എത്രയും വേഗം അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് അവരുടെ കോളേജ് മുഖാന്തരം ഇത് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ രണ്ടാമത്തത് നമ്മൾ ഒന്നാമത്തേത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്കോളർഷിപ്പാണ് പ്രഗതി സ്കീം ഡിപ്ലോമ സ്കോളർഷിപ്പാണ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് AICT അംഗീകൃത സ്ഥാപനത്തിൽ 1-ാം വർഷ ഡിപ്ലോമ കോഴ്സിലോ ലാറ്ററൽ എൻട്രി വഴി 2-ാം വർഷ ഡിപ്ലോമ കോഴ്സിലോ പ്രവേശനം നേടിയ പെൺകുട്ടികൾക്ക് പ്രതിവർഷം 50,000 രൂപ സ്കോളർഷിപ്പായി ലഭിക്കാവുന്നതാണ്. ഇതാണ് അതിന്റെ എലിജിബിലിറ്റി ഓഫ് സ്കോളർഷിപ്പ്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാവുന്നതാണ്. 2 പെൺകുട്ടികൾക്ക് വരെ ഒരു കുടുംബത്തിൽ കിട്ടുന്നതാണ്. ഫാമിലി ഇൻകം 8 ലക്ഷം രൂപയാണ്. അതായത് കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. മൊത്തം 5000 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതാണ്. പക്ഷെ കേരളത്തിൽ ഇത് 109 പേർക്കാണ് സ്കോളർഷിപ്പായിട്ട്. നമുക്ക് ഓരോ സ്റ്റേറ്റിലും എണ്ണത്തിന്റെ ഡീറ്റെയിൽസ് വിവരങ്ങളും ഇതിൽ തന്നെയുണ്ട്. 109 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപ കവിയരുത്. ഒരു കുടുംബത്തിൽ നിന്നും 2 കുട്ടികൾക്ക് വരെ 3 വർഷത്തേക്ക് സഹായം കിട്ടും. ലാറ്ററൽ എൻട്രിക്കാർക്കാണെങ്കിൽ 2 വർഷം വരെയാണ്. ഇനി മറ്റൊരു സ്കോളർഷിപ്പാണ് സാക്ഷ്യം സ്കോളർഷിപ്പ്. സാക്ഷ്യം സ്കോളർഷിപ്പാണ്. ഇപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സ്കോളർഷിപ്പാണ് സാക്ഷ്യം. ബിരുദ ഡിപ്ലോമ ലെവലിലുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവെ പ്രകൃതിയുടേതുപോലെ തന്നെയാണ്. പക്ഷെ 40% വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക. 50,000 രൂപയാണ് സഹായം ഉണ്ട്. അർഹതയുള്ള അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ സ്കോളർഷിപ്പ് കിട്ടുന്നതായിരിക്കും. സാക്ഷ്യം സ്കോളർഷിപ്പ്. AICT അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകളിൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സിന് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, അതായത് 40% വൈകല്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ തന്നെ അപേക്ഷ 30-ാം തീയതി വരെയാണ്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പൊ ഉടനെ തന്നെ നിങ്ങളുടെ കോളേജുമായി ബന്ധപ്പെട്ട് ഓൺലൈനായിട്ട് ഇതിന്റെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ID നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. scholarships.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ അപേക്ഷിക്കേണ്ട ഈ ഒരു സൈറ്റിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള സൈറ്റ് ഇതാണ്. ഇതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ലഭിക്കുക. ഇതിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. UGC AICT സ്കീമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഇവിടെ നമ്മൾ ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ വിദ്യാർത്ഥികളെ, ഇവിടെ കാണുന്ന സ്കോളർഷിപ്പുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കുക. പ്രകൃതി സ്കോളർഷിപ്പ് സ്കീം ഫോർ ഗേൾസ് സ്റ്റുഡൻസ് ആണ്. ടെക്നിക്കൽ ഡിഗ്രി കോഴ്സിന് പഠിക്കുന്ന ഗേൾസ് സ്റ്റുഡൻസിന് അപേക്ഷിക്കാവുന്നതാണ്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പ്രകൃതി സ്കോളർഷിപ്പ് സ്കീം ഫോർ ഗേൾസ് സ്റ്റുഡൻസ് ടെക്നിക്കൽ ഡിപ്ലോമ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാക്ഷ്യം സ്കോളർഷിപ്പ് സ്കീം ഫോർ സ്പെഷ്യലി ഏബിൾഡ് സ്റ്റുഡൻസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു 40% ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കാണ്. അതുപോലെ തന്നെ അവർക്ക് ടെക്നിക്കൽ ഡിപ്ലോമ കോഴ്സുള്ളവർക്കും ടെക്നിക്കൽ ഡിഗ്രി കോഴ്സുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എല്ലാത്തിന്റെയും ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 30-ാം തീയതി തന്നെയാണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. വിദ്യാർത്ഥികൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്ത് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാവുന്നതാണ്. സ്കോളർഷിപ്പുമായിട്ട് നിങ്ങൾക്ക് നമ്മൾ ഇനി തുടർന്ന് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.